ജനപ്രതിനിധിയായിരിക്കെ ജീവൻ പൊലിഞ്ഞ കോകിലയുടെ ഓർമ്മകളിലാണ് നാട്. കൊല്ലത്ത് കോകില സ്മാരക ജനസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ദീപം കൊളുത്തു കേടാതായതാ ജന്മകാലം വളർത്തു അതിനായ ഹോരാത്രമേകൂ സുജീവന്റെ രക്തം ദീപം കൊളുത്തു. 2016 സെപ്റ്റംബറിലാണ് കൊല്ലത്തെ BJP കൗൺസിലറായിരുന്ന 23-കാരി കോകില S. കുമാറും അച്ഛൻ സുനിൽകുമാറും റോഡപകടത്തിൽ മരിക്കുന്നത്. ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ അപകടമായിരുന്നു അത്. വർഷങ്ങൾക്കിപ്പുറവും ജനങ്ങൾക്ക് പ്രിയങ്കരിയായ കോകിലയുടെ ഓർമ്മകളിലാണ് നാട്. ഇരുവരുടെയും 9ാമത് അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധി എന്ന നിലയിൽ കോകിലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. 9 മാസം കൊണ്ട് ഈ കുട്ടിയെ ഇത്രത്തോളം ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു തരത്തിൽ സാഹചര്യമുണ്ടായിട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ ഉണ്ടായത് തീർച്ചയായിട്ടും നമുക്ക് ആർക്കും തന്നെ താങ്ങാവുന്നതല്ല. ഞാനിതിവിടെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അത് എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മളൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ വ്യക്തികളല്ല, നമ്മളൊക്കെ തന്നെ വളരെ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് ആ വേദനയൊക്കെ തന്നെ കടിച്ചമർത്തിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റത്തിന്, ഒരു ജീവിതം മുഴുവനും തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് മാറ്റി വച്ചിട്ടുള്ളവർ എന്നുള്ള നിലയ്ക്ക് ഏതു തരത്തിലുള്ള കഠിനമായ ദുഃഖങ്ങളും വ്യസനങ്ങളും വന്നാലും അതൊക്കെ തന്നെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കരണീയമായ കാര്യം. അഡ്വക്കേറ്റ് വിവേക് രാമചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം മഹാനഗർ സംഘചാലക് R. ഗോപാലകൃഷ്ണൻ, BJP കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത്, കൊല്ലം കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ TG ഗിരീഷ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കൊല്ലത്തെ ആദ്യകാല സ്വയംസേവകനായ രാധാകൃഷ്ണ പൈക്ക് ആദരവർപ്പിച്ചു. കോകിലയുടെ അമ്മയും നിലവിൽ കൗൺസിലറുമായ B. ശൈലജ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ പ്രചാര പ്രമുഖ് S. ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജനം, കൊല്ലം.